നമസ്കാരം. ജൂലൈ 15 മുതൽ, അതായത് ഇന്നലെ മുതൽ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എന്റെ സ്ക്രീനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കൊള്ളുക. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പോളിസിയിൽ ചില കാര്യങ്ങൾ യൂട്യൂബ് പറഞ്ഞിരുന്നു. അതിൽ ചില ടൈപ്പ് ചാനലുകൾ മോണിറ്റൈസ് ആകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. എ വെച്ചിട്ട് വോയിസ് ഓവർ ചെയ്യുന്ന ചാനലുകൾ, അതേപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചാനലുകൾ, അതിനോടൊപ്പം തന്നെ ഈ മൂവി റിവ്യൂസ്, സ്ലൈഡ് ഷോ ഒക്കെ ചെയ്ത് ഇട്ടിട്ട് റിവ്യൂ ചെയ്യുന്ന ചാനലുകൾ, ഇതൊന്നും മോണിറ്റൈസ് ആകത്തില്ല. മോണിറ്റൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പം കുറച്ച് അധികം ആളുകൾ നമ്മളെ കമന്റ് സെക്ഷനിലൂടെയും പേഴ്സണൽ മെസ്സേജിലൂടെയും മെയിലിലൂടെയും ഒക്കെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നവർ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേട്ടാ എന്റെ ചാനൽ പോകുമോ, അതൊന്ന് ചെക്ക് ചെയ്യണം, ലിങ്ക് ഒക്കെ എനിക്ക് ഇട്ട് തരുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള ഈ കാറ്റഗറിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഈ പറയുന്ന രീതിയിലാണ് നിങ്ങളുടെ ചാനൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള പ്രശ്നവും നിങ്ങളുടെ ചാനലിൽ ഉണ്ടാകത്തില്ല. അതല്ല, നിങ്ങൾ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ആണ് നിങ്ങൾ ഈ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, യൂട്യൂബിന്റെ പോളിസീസ് ഒന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടുകൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്കോടെ ചെയ്തേക്കുക. ലൈക്ക് ചെയ്യണമെന്ന് പറയുന്ന വീഡിയോകൾ മാത്രമേ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ലൈക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചാനൽ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചാനൽ കാറ്റഗറിയാണ്. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ചാനലുകൾ ഫേമസ് ആയിട്ട് യൂട്യൂബിലും മലയാളത്തിലുണ്ട്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് അവർ റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക, റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മറ്റാരെങ്കിലും കാണിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ ഡെയിലി റിയാക്ഷൻ വീഡിയോസ് ചെയ്യും. അപ്പൊ അതിൽ പോപ്പുലർ ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും. അവരുടെയൊക്കെ ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ റിയാക്ട് ചെയ്യുന്ന വീഡിയോയേക്കാളും കൂടുതലാണ് അവർ ആ വീഡിയോയിൽ അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുമല്ലോ, ഏതെങ്കിലും ഒരു ടോപ്പിക്കിലാണല്ലോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ആ ഒരു ടോപ്പിക്ക് വീഡിയോയിൽ കാണിക്കാം, കുഴപ്പമില്ല. കാണിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണോ പറയാനുള്ളത്, നമ്മൾ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്, അത് ആണ് മെയിൻ ആയിട്ട് ആ വീഡിയോയിൽ ഉണ്ടാകേണ്ടത്. ഇതല്ലാതെ ചില ആളുകൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കും, അതിനെ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ അതിന്റെ ഒരു കോണിൽ ഇങ്ങനെ സ്ക്രീനിന്റെ സൈഡിൽ ഇരിക്കും. എന്നിട്ട് എന്തെങ്കിലും മുഖഭാഗത്തിലൊക്കെ വ്യത്യാസം വരും. ചിലപ്പോൾ സാഡായിട്ടിരിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കും, ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ പരിപാടി ചെയ്യുന്ന കുറെ ചാനലുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചാനലുകളിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. അതായത് ചാനൽ നടത്തുന്ന ആളുടെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കും. ആ വീഡിയോയിൽ ക്രിയേറ്ററിന്റെ ഒരു രീതിയിലുള്ള കോൺട്രിബ്യൂഷനും ഇല്ല. അവർ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ആവുന്നു, അത് കാണാനായിട്ട് ചിലപ്പോൾ കുറെ ആളുകൾ വന്നു വരാം. അങ്ങനെയുള്ള ഒരുപാട് ചാനലുകൾ പോപ്പുലർ ആയിട്ട് പോകുന്നുണ്ട്. മലയാളത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില ചാനലുകളുണ്ട്, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന, റിയാക്ഷൻ ഒന്നുമില്ല. പക്ഷെ അവരെന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വൈറലായിട്ടുള്ള കണ്ടന്റുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ ചോട്ടിലിരിക്കുന്ന ഷോർട്സ് വീഡിയോ ഇടുന്നവരുണ്ട്, അതേപോലെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള കണ്ടന്റുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ മോണിറ്റൈസ് ആകാതെ ഇരിക്കാം. റിയാക്ഷൻ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാം, നമ്മുടെ കോൺട്രിബ്യൂഷൻ അതിലുണ്ടാകണം. അല്ലാതെ ഒരു വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് കാണിച്ചിട്ട് ചുമ്മാ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് റിയാക്ഷൻ വീഡിയോ ആകത്തില്ല. അപ്പം അങ്ങനെയുള്ള വീഡിയോകൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്, അതിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാകാം യൂട്യൂബ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് വോയിസ് ഓവർ ചെയ്യുന്ന ചാനലുകൾ, ഒരുപാട് ചാനലുകൾ വോയിസ് ഓവർ ചാനലുകളുണ്ട്. ഈ വീഡിയോ കാണുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകളും വോയിസ് ഓവർ വീഡിയോകൾ ചെയ്യുന്ന ചാനലുകൾ ഉള്ളവരായിരിക്കും. അപ്പോൾ ഈ വോയിസ് ഓവർ ചാനലുകൾ ഇപ്പോൾ അല്ല, നേരത്തെ തൊട്ടേ ഉണ്ട്. പക്ഷേ ഇപ്പൊ ഈ അടുത്ത സമയത്തായിട്ട് വന്നൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോയിസ് ഓവർ ചാനലിൽ ഹ്യൂമൻ വോയിസിന് പകരം AI വോയിസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. AI വെച്ച് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നു, AI വോയിസ് വെച്ചിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്ത് തരുന്നു. ഇങ്ങനെയുള്ള വീഡിയോകൾ മോണിറ്റൈസ് ആകുമെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹ്യൂമൻ വോയിസ് ഉള്ള വോയിസ് ഓവർ ചാനലുകൾ മോണിറ്റൈസ് ആകുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ AI വോയിസ് വെച്ചിട്ട് നിങ്ങൾ വീഡിയോകൾ മോണിറ്റൈസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇനി മുമ്പോട്ട് മോണിറ്റൈസ് ആകാൻ സാധ്യതയില്ല. കാരണം യൂട്യൂബ് പറയുന്നത്, നിങ്ങൾ വോയിസ് ഓവർ ചെയ്തെന്ന് പറഞ്ഞാലും അത് ഹ്യൂമൻ ടച്ച് ഉണ്ടായിരിക്കണം, ഹ്യൂമൻ എലമെന്റ് അതിൽ ആഡ് ചെയ്തുകൊണ്ടായിരിക്കണം ഏത് വീഡിയോ ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നത്. വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മോണിറ്റൈസേഷന്റെ ഭാഗത്ത് വരുന്നുണ്ട്, നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വോയിസും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസും എല്ലാം AI ജനറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ മോണിറ്റൈസേഷൻ ഇനി മുമ്പോട്ടുള്ള സമയത്ത് കിട്ടത്തില്ല. പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, സ്ക്രിപ്റ്റ് AI കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അത് കണ്ടന്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നമുക്ക് AI കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിച്ചിട്ട് നമ്മൾ വീഡിയോകൾ
ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റും എയുടെ ആണ്, അതിലെ വോയിസ് ഓവറും എയുടെ ആണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസും എ ആണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതിപ്പിച്ച് നമ്മുടെ ഹ്യൂമൻ ടച്ചിൽ ഹ്യൂമൻ വോയിസിലാണ് വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ഒരു രീതിയിലുള്ള ഇഷ്യൂസും ഉണ്ടാകത്തില്ല. അടുത്തത് മൂവി റിവ്യൂസ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. പലരും മൂവി റിവ്യൂസ് ചെയ്യുന്നത് സ്ലൈഡ് ഷോ കാണിച്ചുകൊണ്ടാണ്, പോസ്റ്ററും കാര്യങ്ങളും അല്ലെങ്കിൽ ആക്ടറിനെയും ആക്ട്രസിനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് മൂവി റിവ്യൂസ് ചെയ്യുന്നത്. ചില ആളുകൾ ഫേസ് കാണിച്ചുകൊണ്ടും അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. സ്ലൈഡ് ഷോ ഒക്കെ കാണിച്ചിട്ട് മൂവി റിവ്യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല റീച്ച് ഉള്ളവരുണ്ട്. മലയാളത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളുണ്ട്. അവർക്കൊക്കെ ഉള്ള ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ ഒരു പോളിസി അപ്ഡേറ്റിൽ അങ്ങനെയുള്ള ചാനലുകളുടെ മോണിറ്റൈസേഷൻ പോകാനുള്ള സാധ്യതയില്ല. കാരണം അവരുടെ സ്വന്തം വോയിസിൽ, അവരുടെ കോൺട്രിബ്യൂഷനോട് കൂടി, അവരുടെ സ്വന്തം സ്ക്രിപ്റ്റിൽ ആണ്, ഹ്യൂമൻ ടച്ചിലാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ കാണിക്കുന്ന ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിംഗ്സോ ഒക്കെ വേറെ ആണെങ്കിൽ പോലും ഹ്യൂമൻ ടച്ചും ഫുൾ ക്രിയേറ്ററിന്റെ ഒരു കോൺട്രിബ്യൂഷനും ആ വീഡിയോയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കണ്ടന്റുകൾ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലാണെന്നുണ്ടെങ്കിൽ അതിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുകയില്ല. അപ്പം യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ റൂളിൽ വന്നിട്ടുള്ള ഈ അപ്ഡേറ്റുകൾ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യൂട്യൂബ് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ യൂട്യൂബിലേക്ക് വരണം. യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് യൂട്യൂബിന്റെ എല്ലാ ചാനലുകളും, യൂട്യൂബിലുള്ള എല്ലാ ചാനലുകളും ക്വാളിറ്റി കണ്ടന്റുകൾ മുമ്പോട്ട് കൊണ്ടുവരണമെന്നാണ്. കാരണം വ്യൂവേഴ്സ് വരുന്നവർ, അത് കാണുന്നവർക്ക് അതിനുള്ള ഒരു വാല്യൂ കിട്ടണം. അതായത് ഇപ്പം നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ ഒരു വിജയമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സക്സസ് ആയി അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം എല്ലാ വീഡിയോകളും എല്ലാ ചാനലുകളും ഒരേ രീതിയിലല്ല. ഞാനിവിടെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. മറ്റ് ചാനലുകൾ, എന്റർടൈൻമെന്റ് ചാനലുകളുണ്ട്, കുക്കിംഗ് ചാനലുകളുണ്ട്, ഇങ്ങനെ പല കാറ്റഗറിയാണ്. അപ്പോൾ ഓരോ കാറ്റഗറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും ക്വാളിറ്റി കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. പല സുഹൃത്തുക്കളും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കുറെ നാൾ യൂട്യൂബിൽ വന്ന് കഷ്ടപ്പെട്ട് പക്ഷേ വ്യൂ ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, മോണിറ്റൈസേഷൻ ഇല്ല. ഇങ്ങനെ ഒരു സാഹചര്യം ആകുമ്പോൾ അവർ പറയും ഞാൻ നല്ല വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്, എന്നിട്ട് എനിക്ക് വ്യൂ ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നൊക്കെ പറയും. സത്യത്തിൽ അവരുടെ കണ്ടന്റിന്റെ കുഴപ്പം തന്നെയാണ്. ഞാൻ ഇങ്ങനെയുള്ള പല ചാനലുകൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കണ്ടന്റ് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് അല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോകളിലേക്ക് വ്യൂ വരാത്തതും നിങ്ങളുടെ ചാനലുകൾ ഗ്രോ ചെയ്യാത്തതും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബ് പറയുന്ന പോലെ തന്നെ അവരുടെ പോളിസീസ് ഫോളോ ചെയ്യുക, നല്ല ക്വാളിറ്റിയിലുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ പോകത്തുമില്ല. നിങ്ങൾക്ക് മുമ്പോട്ടുള്ള സമയത്ത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളുള്ള വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും അറിഞ്ഞിരുന്നോട്ടെ. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.